അതെ സുജയ, 1 മണിക്കൂറോളം ആവുകയാണ്. സുജയ സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കടയുടമകളൊക്കെ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ, ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം ഇതൊക്കെയും നശിച്ചു പോകുന്നത് കാണുമ്പോൾ അവരനുഭവിക്കുന്ന വലിയ പ്രയാസത്തിന്റെ ഭാഗമായി പലരും കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ ബസ് സ്റ്റാൻഡിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഫോക്കസ് മാളിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ്. അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് മുകളിൽ വെള്ളം എത്താതെ ഒരു തരത്തിലും ഈ തീ അണയ്ക്കാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ വശങ്ങളിലേക്ക് മാത്രമാണ് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വശങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ തന്നെ ആ കാര്യം സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. തീ വല്ലാതെ ആളിപ്പടരുന്നു. ഒരു ഭാഗം അങ്ങനെ തന്നെ കത്തി അമരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു മനുഷ്യരുടെ മുഴുവൻ സമ്പാദ്യവും കാര്യങ്ങളും ഒക്കെ പോകുന്നതാണ്. ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നതിന്റെ സാഹചര്യം ഇവിടെ ഉണ്ട്. പല കടകളുടെയും ഉടമസ്ഥരൊക്കെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പോലീസ്